ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കിച്ചൺ പണി എടുക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര പൊടിയാണ് കേട്ടോ. കിച്ചൻ്റെ പണി ഓൾമോസ്റ്റ് കഴിയാറായി. ഇപ്പോൾ പെയിൻറ്റിൻ്റെ പണിയാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ചായ മാത്രമേ വേണ്ടൂ. ഇപ്പം ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്ലീനിങ്ങിലേക്ക് കടക്കാറ്. അപ്പോൾ ഫുഡൊക്കെ ആയാൽ നമുക്ക് സമാധാനത്തോടെ ക്ലീനിങ്ങിൽ ഇറങ്ങാമല്ലോ. ക്ലീനിങ് എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും കഴിയുന്നൊരു പണിയും അല്ല, കുറേ സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ ക്ലീനിങ്ങിൽ ഇറങ്ങാറ്. ആദ്യം തന്നെ ഞാൻ ഇന്ന് ചെയ്യുന്നത് അടിച്ചു വാരി തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും അടിച്ചു വാരാറുണ്ട്, പക്ഷെ തുടക്കാറില്ല. എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് പൊടിയൊക്കെ തട്ടി അടിച്ചു വാരാറുണ്ട് കേട്ടോ. തുടച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം ടൈലിൻ്റെ പണിയൊക്കെ എടുക്കുമ്പോൾ പൊടി മൊത്തത്തിൽ വരിക മേലോട്ടേക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ അടിച്ചു വാരി ഇടാറേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് മുകളിലത്തെ കോനായൊക്കെ അടിച്ചു വാരിയിട്ടു. ഇനി ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ ജനലൊക്കെ ഒന്ന് തുറന്നിടാണ് കേട്ടോ. എപ്പോഴും നമ്മൾ രാവിലെ ക്ലീൻ ചെയ്തിടുന്നത് തന്നെയാണ് നല്ലത്. കാരണം നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടും രാവിലെ ചെയ്യുമ്പോഴാണ് കേട്ടോ. നമ്മളിങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മടക്കി ഒതുക്കിയൊക്കെ വെച്ച റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ രാവിലെ ഇതൊക്കെ ചെയ്തിടുന്നതാണ്. എനിക്ക് തോന്നുന്നു കൂടിയാൽ ഒരാഴ്ചത്തെ പണിയും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഏകദേശം 3 മാസം ആവാറായി കേട്ടോ. അപ്പോൾ കിച്ചണിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ക്ലീനിങ് റൊട്ടീനിലേക്ക് കടക്കാൻ. നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വൃത്തിയാക്കി വെച്ചാൽ ആ ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവ് ഡേ ആയിരിക്കുന്നതാണ് പറയാറ്. കട്ടിലിൻ്റെ അടിയിലും ഞാൻ എല്ലാ ദിവസവും അടിച്ചു വാരാറുണ്ട്. മെയിനായിട്ട് അതിൻ്റെ അടിയിൽ ഉണ്ടാവുക മുടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ റൂം മൊത്തത്തിൽ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും ബ്ലാങ്കറ്റ് അലർജിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോട്ടൻ്റെ ബെഡ്ഷീറ്റാണ് പുതക്കാനും എടുക്കാറ്. ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുമ്പോൾ 4 ഭാഗത്തും കെട്ടിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കെട്ടിടുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് തെന്നിപ്പോവില്ല, നല്ല വൃത്തിയിൽ അതങ്ങനെ നിൽക്കുകയും ചെയ്യും. ഞാൻ ഏകദേശം 4 ദിവസമൊക്കെ കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുക. ഇത് ഞാൻ ഇന്നലെ വിരിച്ച ബെഡ്ഷീറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് ചേഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ തുടക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു കോട്ടൺ തുണി കയ്യിൽ കരുതും. അത് ജനലൊക്കെ തുടക്കാനാണ്. ക്ലീനിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് കേട്ടോ. ഒരിക്കലും നിർത്തിപ്പോകാൻ പറ്റാത്തൊരു പ്രോസസ്സാണ് ക്ലീനിങ്. എല്ലാ ദിവസവും അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്താലേ നമ്മുടെ വീട് വൃത്തിയായിട്ട് കിടക്കുകയുള്ളൂ. 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലോ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാനും മറക്കരുത്. കാരണം നമ്മൾ എല്ലാ ദിവസവും തുടച്ചാലും ചില ഭാഗങ്ങളിലൊക്കെ പൊടി പറ്റിപ്പിടിക്കുന്നുണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് കാണില്ല. ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഓരോ ഭാഗങ്ങളായിട്ടാണ് ചെയ്യാറ്, ഒപ്പരം ചെയ്യാൻ നിൽക്കാറില്ല. കാരണം ഒരുപാട് ടൈം എടുക്കും. പിന്നെ നമുക്ക് എന്താ പറയുക, ഭയങ്കര മടുപ്പ് തോന്നും. അതാണ് കേട്ടോ. എല്ലാ ദിവസവും അടിച്ചു വാരി ഒതുക്കി പെറുക്കി വെക്കും. അല്ലാതെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുക ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ആണ് കേട്ടോ. ഒരുപാട് സമയമെടുത്ത് പതുക്കെയാണ് കേട്ടോ ചെയ്യാറ്. വീട്ടിൽ പണിക്കാറുള്ളത് കൊണ്ട് തന്നെ കുറേ ആയി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ഇനി ഓരോരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണണേ. ഞാൻ ഫസ്റ്റ് ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ തുടക്കാറ്. അതെന്താണെന്നറിയില്ല, ഫസ്റ്റ് ഞാൻ ഇവിടെയാണ് തുടങ്ങാറ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം ഏകദേശം വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് വരാന്തയും ഹാളും ഒക്കെ തുടച്ചെടുക്കാം. അപ്പോൾ ബെഡ്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സന്തോഷം കിട്ടി കേട്ടോ. സത്യം പറയാം, അത് ഉള്ളതാണ് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും എന്നുള്ളത്. അതുപോലെ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിലും എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് ബെഡ്ഷീറ്റൊക്കെ വൃത്തിക്ക് സെറ്റാക്കി വെച്ചാൽ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. എല്ലാവർക്കും ഇതുപോലെ ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ ബിസി ലൈഫ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എല്ലാം അതിൻ്റേതായ സ്ഥാനത്ത് വെച്ച് എല്ലാം ഒന്ന് മുട്ടി വിരിച്ച് എടുത്താൽ തന്നെ ഒരു നല്ലൊരു വൃത്തി ഉണ്ടാവും റൂം കാണാൻ. ഓരോരുത്തർക്കും ഓരോ താല്പര്യമായിരിക്കും കേട്ടോ. എനിക്ക് കുക്കിങ്ങിനേക്കാൾ ഇഷ്ടം ക്ലീനിങ് ആണ്. ക്ലീനിങ് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ ഒരു സന്തോഷം എനിക്ക് ഭയങ്കര വലുതാണ് കേട്ടോ. ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഒക്കെ നമുക്കിങ്ങനെ ഷൂട്ട് ചെയ്യാൻ. യൂട്യൂബേഴ്സിന് അറിയായിരിക്കും, ഒരുപാട് ടൈം എടുക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തങ്ങ് പോകുന്നതല്ലേ. ഇതിപ്പോൾ വീഡിയോ ക്യാമറ എവിടെ വെക്കണം എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ കുറേ സമയം എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരു 10-25 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. അപ്പോൾ കുറേ റിനോവേഷനൊക്കെ നടത്തുന്നുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു പണിയാണ് ഈ സ്റ്റെപ്പ് തുടക്കൽ. വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഈ ഒരു മോപ്പ് കൊണ്ട് തുടച്ചാൽ വൃത്തിയാവാനും ഭയങ്കര പാടാണ്. ഈ മൂലയിലുള്ള
പൊടിയൊന്നും അങ്ങനെ പോവില്ല. അപ്പോൾ കുറേ സമയം എടുത്ത് വേണം ചെയ്യാൻ. അപ്പം ഞാൻ മുകളിൽ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ ഹാളാണ് ഏറ്റവും ഡേർട്ടി ആയിട്ട് കിടക്കുന്നത്. കാരണം ഇവിടെ ഒരു വാഷ് ബേസ് ഉണ്ടായിരുന്നു, അത് എടുത്തു മാറ്റി. അതുകൊണ്ട് തന്നെ അവിടെ ചളിയും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു പേപ്പർ എടുത്ത് നിവർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ വെള്ളം കുറേ അങ്ങ് വലിഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ആ കടലാസ് കൊണ്ട് തന്നെ ചളിയൊക്കെ ഒന്ന് വടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ശരീരമൊന്നും നോക്കാത്തത് കൊണ്ട് തന്നെ നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ട്. 64 അതെനിക്കൊരു 56 എത്തിക്കണം. ഞാൻ വിചാരിച്ചാൽ എൻ്റെ വെയിറ്റ് എനിക്ക് പെട്ടെന്ന് കുറക്കാനാവും. ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അത് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ വെയിറ്റ് കുറക്കുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ മരത്തിൻ്റെ ചെയറിന് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് എടുത്ത് വെക്കുകയാണ്. ഇത് തുടച്ച് വൃത്തിയാക്കാനും ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹോളൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയുള്ള ഷോക്കേസില്ലേ, ഷോക്കേസിൻ്റെ അകത്തൊക്കെ ഫുള്ള് പൊടിയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലമായി വിചാരിക്കുന്നു ഒന്ന് വൃത്തിയാക്കണമെന്ന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മൊത്തം അതിലുള്ള സാധനങ്ങളൊക്കെ എടുത്തൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ ഒരു ഡ്രസ്സ് വീനൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴുത്ത് ഇറങ്ങിയിട്ടാണുള്ളത്. അതാണ് ഞാനിങ്ങനെ കഴുത്ത് പിടിച്ചും കൊണ്ട് അടിച്ചു വരുന്നത് കേട്ടോ. മൊത്തത്തിൽ ചെറിയ പൊടികളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചടിച്ചിട്ടില്ലെങ്കിൽ അടിച്ച ഭാഗത്തൊക്കെ വീണ്ടും അത് പോയി നിൽക്കും. ലാസ്റ്റ് നമ്മൾ വരാന്ത കൂടി വൃത്തിയാക്കുകയാണ്. അപ്പോൾ ചവിട്ടിയൊക്കെ എടുത്ത് മാറ്റി കുടഞ്ഞിടുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. 2-3 ദിവസം മഴ പെയ്തതുകൊണ്ട് തന്നെ പൊടി അല്പം കുറവുണ്ട്. അല്ലെങ്കിൽ റോഡുമിൽ വണ്ടിയൊക്കെ പോകുമ്പോൾ ഉള്ള പൊടി മൊത്തം നമ്മുടെ വരാന്തയിലേക്കാണ് കേട്ടോ വന്ന് വീഴുക. ഇനി നമുക്ക് നല്ല പോലെ നനച്ച് തുടച്ചു കൊടുക്കാം. നമ്മുടെ ഒരു ചെറിയ വീടാണ്, എന്നിട്ടും വൃത്തിയാക്കൽ വലിയ പണിയാണ് കേട്ടോ. അപ്പോൾ വലിയ വീടുള്ള ആൾക്കാരുടെയൊക്കെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. എനിക്കിഷ്ടമില്ലാത്തൊരു പണിയാണ് ഈ കസേര മാറ്റി ഇടൽ. നമ്മൾ തുടക്കുമ്പോൾ അങ്ങോട്ട് മാറ്റണം, അടിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് മാറ്റിയിടണം. അപ്പോൾ അത് വലിയൊരു പണിയാണ് കേട്ടോ. ആദ്യം നമ്മുടെ ഹാള് ഇത്ര വലുതൊന്നും ആയിരുന്നില്ല. പിന്നെ ഒരു റൂം കട്ട് ചെയ്ത് വലുതാക്കിയതാണ്. ഞാനിപ്പോൾ തുടക്കുന്ന ഭാഗമൊക്കെ ഒരു റൂമായിരുന്നു കേട്ടോ. അത് കൂട്ടിയെടുത്തതാണ്. ഇനി ഡൈനിങ് ടേബിളും കൂടി ഇവിടുന്ന് മാറും. അപ്പോൾ അത് വെക്കുക നമ്മുടെ പുതിയ അടുക്കളേൻ്റെ വരാന്തയിലാണ്. അപ്പോൾ ഓരോ കസേരയും നീക്കി വെച്ച് ഞാൻ തുടച്ചു കൊടുക്കുകയാണ്. ഞങ്ങൾ കോനായി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എല്ലാവരും വരാന്ത എന്നൊക്കെയാണ്, ഞങ്ങൾ കോഴിക്കോട്ടുകാർ കോനായി എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു ഭാഗവും കൂടി തുടച്ചു കൊടുത്തു. പിന്നെ ഈ ഒരു ഭാഗത്തും നല്ലപോലെ പൊടി കിടക്കുന്നുണ്ടാവും. അവിടെ ഞാനൊരു ചെറിയ തുണി എടുത്തിട്ടാണ് തുടച്ചത്. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമ്മുടെ കിച്ചണിലാണ് പണി കിടക്കുന്നത്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പെയിൻറ്റിൻ്റെ പണി ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഫുള്ളും പൊടിയൊക്കെ അങ്ങനെ ഉരച്ച് പോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോക്കിയതിൻ്റെ പൊടിയാണ് കേട്ടോ അവിടെ കടന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ച് കൂട്ടി വാരുകയാണ്. അപ്പോൾ വേസ്റ്റ് പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ ഈ ഒരു ബക്കറ്റിനകത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കാർഡ്ബോർഡിൻ്റെ പെട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അത് അപ്പുറത്തൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് നനയാതെ ഇടത്ത്. അപ്പോൾ എല്ലാ വേസ്റ്റും വാരി ഇതിൽ നിന്ന് പ്ലാസ്റ്റിക്കിൻ്റെ അടുത്ത് മാറ്റണം, ബാക്കി കത്തിക്കുന്നിടത്തിലിടാം. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് നല്ലോണം വെള്ളവും കൂട്ടി തുടച്ചെടുക്കുകയാണ്. സ്റ്റാൻഡിൻ്റെ മുകളിലാണ് കേട്ടോ തുടക്കുന്നത്. ജസ്റ്റ് ഒന്ന് പൊടി പോകാൻ വേണ്ടി തുടച്ചാൽ മതി. മൊത്തം പണിയും കഴിഞ്ഞിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് തുടക്കാം. ഇപ്പോൾ തൽക്കാലം പൊടിയൊക്കെ പെയിൻറ്റിൻ്റെ ഓരോ തുള്ളികളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ള തുടക്കലാണ് കേട്ടോ. സ്റ്റാൻഡിൻ്റെ അടിയിൽ ഞാൻ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇനി ഇതിനടിയിൽ ഡോറും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അതാണ് ഇനി അടുത്ത പണി. അതുകൂടി കഴിഞ്ഞാൽ ഓവറോൾ ഫിനിഷ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിച്ചണ് കാണിച്ചു തരാം. ഞാൻ ലോങ് വീഡിയോ അധികം ഇടാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇനി എന്തായാലും ലോങ് വീഡിയോ തന്നെ ഇടാന്ന് വിചാരിച്ചു. കാരണം ലോങ് വീഡിയോ ഞാൻ അധികം ഇട്ടിട്ടില്ല. ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 കൊല്ലം. ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റിലൂടെ പറയണം. ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണേ. ഞാൻ ഇങ്ങനെ തുടച്ചു കൊടുക്കാറുണ്ട്. കാരണം പൊടി വീണ്ടും അങ്ങേക്ക് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയെടുത്തിലേക്കാണ് പാറിപ്പോവുക.
അപ്പോൾ പിന്നെ അവിടെ വീണ്ടും വൃത്തികേടാവും. പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ തുടച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും പെയിൻറ്റ് പറ്റി കിടക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ ഇതിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് പോക്കുകയും ചെയ്യാം. ഏതായാലും മൊത്തം പണി കഴിഞ്ഞിട്ട് ചുമരൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അവിടെയൊക്കെ പൊടി കുടുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വൈപ്പ് ചെയ്ത് വൃത്തിയാക്കണം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒക്കെ എന്താ പറയണ്ടേ, തട്ടിക്കൂട്ട് തുടക്കലാണ് കേട്ടോ. നമ്മുടെ വീട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, സൗകര്യമുള്ള വീടായിക്കോട്ടെ, എന്ത് വീടാണെങ്കിലും നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുക. ചിലർ പറയുന്നേക്കാം വീട്ടിൻ്റെ പണി കഴിയട്ടെ എന്നിട്ട് വൃത്തിയാക്കാം, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഓരോ ദിവസം ചെയ്യേണ്ട കാര്യം അന്നന്ന് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് ഇരട്ടിപ്പണിയായിട്ട് വരും. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വീട് ഡീപ്പായിട്ട് വൃത്തിയാക്കുക. കാരണം വീട്ടിൽ ഓരോ ഭാഗത്തും ഓരോരോ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ സമയത്ത് പോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അത് പോക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഏകദേശം എൻ്റെ ക്ലീനിങ് മൊത്തം, അതായത് അടിച്ചു വാരി തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആറിയതൊക്കെ എടുത്തു വെക്കാം. പെട്ടെന്നായിരിക്കും മഴ പെയ്യുക, ചിലപ്പം പെയ്യാതെ ഇരിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. ഇരുട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ക്യാമറേൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയത് കൊണ്ട് മനസ്സിലാകാത്തത്. നമുക്ക് സംസാരിക്കാനും പറയാനൊക്കെ ഒരു മാധ്യമം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ചില ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പൊക്കെ ഇല്ലാതാക്കാൻ അത് സഹായിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക, അഥവാ മഴ പെയ്തില്ലെങ്കിലോ. പക്ഷെ എന്തായാലും മഴ പെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാലും പെയ്തില്ലെങ്കിൽ വീണ്ടും വാടിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ ചെടിയും നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം മുറ്റടിച്ചിട്ട് അതങ്ങ് തീയിട്ട് കത്തിച്ചു കൊടുക്കാം ചണ്ടികളൊക്കെ. അല്ലെങ്കിൽ നനഞ്ഞാൽ പിന്നെ അതവിടെ കൂട്ടിയിട്ട് കൊതുക് പെരുകി ഭയങ്കര സീനായിരിക്കും കേട്ടോ. അപ്പോൾ ചപ്പു ചവറുകളൊക്കെ അടിച്ച് കത്തിച്ചു കൊടുക്കുകയാണ്. മുറ്റത്തിൻ്റെ ഒപ്പം ഞാൻ ഈ ചെടി വെച്ച പറമ്പും കൂടി ഒന്ന് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ മഴ ഇങ്ങെത്തി, ഇനി കുളിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ഏത് തരം വീഡിയോ വേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.